നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈം ആരംഭിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും പത്തനംതിട്ടയില്ല. അർദ്ധരാത്രി വരെ നീണ്ട ചർച്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ പട്ടികയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ 36 സ്ഥാനാർത്ഥികളാണുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബിജെപി അധ്യക്ഷൻ അമിത്ഷാ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനായില്ല. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, 30 ദിവസം കഴിഞ്ഞാൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. 13 ബിജെപിയുടെ ചിത്രം വ്യക്തമായിട്ടും പത്തനംതിട്ടയിൽ ഇതുവരെയും രണ്ടാം ഘട്ടത്തിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, ഒരു മാസം മാത്രമാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ അവശേഷിക്കുന്നത്. ഇന്ന് രണ്ടാം പട്ടിക ബിജെപിയുടെ പുറത്തിറങ്ങുമ്പോൾ ഒരുപക്ഷെ പത്തനംതിട്ടയും ഉണ്ടാകും എന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ബിജെപി പ്രവർത്തകർ. എന്നാൽ ഇപ്പോൾ അവർക്ക് വീണ്ടും നിരാശപ്പെടേണ്ട സാഹചര്യമാണ് ഉള്ളത്. 36 പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ ബിജെപി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആദ്യഘട്ട പട്ടിക എന്ന നിലയിൽ 184 പേരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഹോളി ദിനത്തിൽ JP നദ്ദ കേന്ദ്രമന്ത്രി തന്നെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്താണ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇനി ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനത്തിലൂടെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് കരുതാനാകില്ല. ആ മാധ്യമ വിഭാഗം ട്വിറ്ററിലൂടെയും ബിജെപിയുടെ ഔദ്യോഗിക സൈറ്റിലൂടെയും മറ്റുമൊക്കെയാകും പട്ടിക പുറത്തുവിടുക. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട മണ്ഡലം എന്നത് ബിജെപിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റാണ്. ആ സീറ്റിന്മേൽ ഇപ്പോഴും ധാരണയിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നത് ബിജെപി നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ നിരാശ പടരുന്ന ഒന്നാണ്. 36 സീറ്റുകളിലേക്ക് പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. ആന്ധ്രാപ്രദേശിലെ 23, മഹാരാഷ്ട്രയിലെ 6, ഒഡീഷയിലെ 5, അസം 1, മേഘാലയ 1 എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മണ്ഡലങ്ങളിൽ എല്ലാം തന്നെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 11 നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്ന മണ്ഡലങ്ങളാണ്. ഇവിടെ പത്രികാ സമർപ്പണത്തിന് ഇനി 2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. 184 പേരുടെ ആദ്യ പട്ടിക പുറത്തിറക്കുമ്പോൾ തന്നെ 38 സീറ്റുകളിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 91 മണ്ഡലങ്ങളിലെ 38 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബിജെപിക്ക് സാധിച്ചിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നലെ രാത്രി ഏറെ വൈകി 1 മണിക്ക് ശേഷമാണ് ഈ രണ്ടാം പട്ടിക പുറത്തുവിടുന്നത്. ഇതിൽ ഒഡീഷയിലെ പുരിയിൽ നിന്നും സാംബിത് പത്ര ജനവിധി തേടുന്നു എന്നുള്ളതാണ് ഈ പട്ടികയിലെ ഏറ്റവും പരിചിതമായ മുഖം. അതോടൊപ്പം തന്നെ ആന്ധ്ര, ഒഡീഷ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 73 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലേക്ക് 51 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആന്ധ്രാപ്രദേശിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏപ്രിൽ 11 ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒഡീഷയിൽ ഏപ്രിൽ 11 മുതൽ 4 ഘട്ടമായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണുള്ളത്. ഇതിൽ 22 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേഘാലയയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെയും ബിജെപി രണ്ടാം പട്ടികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്നും KP അഭിലാഷ് നൽകിയത്. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിന് വ്യക്തമായ വിശദീകരണം നൽകാൻ കഴിയാതെ BJP. K. സുരേന്ദ്രൻ തന്നെയാവും സ്ഥാനാർത്ഥിയെന്നും പ്രഖ്യാപനം രണ്ടാം ലിസ്റ്റിൽ ഉണ്ടാകുമെന്നുമായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതീക്ഷ. സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് പത്തനംതിട്ടയിലെ പ്രശ്നമെന്ന് മുരളീധര പക്ഷം ആരോപിക്കുന്നു. പ്രഖ്യാപിച്ച BJP സ്ഥാനാർത്ഥികളെ കുറിച്ചല്ല, പ്രഖ്യാപിക്കാനുള്ള പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ആരെന്നതാണ് കഴിഞ്ഞ 2 ദിവസമായി പ്രധാന ചർച്ച. പത്തനംതിട്ടയിൽ മാത്രം സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്തുകൊണ്ട് വൈകുന്നു എന്നതിന് വ്യക്തമായ വിശദീകരണം നൽകാൻ സംസ്ഥാന നേതൃത്വത്തിനും ആകുന്നില്ല. ചർച്ചകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ പ്രഖ്യാപിക്കേണ്ട കാര്യമുള്ളൂ. അത് പ്രഖ്യാപിച്ചുള്ളൂ. അതിന്റെ നടപടിക്രമങ്ങളാണ്. പ്രവർത്തകർക്കിടയിൽ അവർക്ക് യാതൊരു അത് ചർച്ചകളെല്ലാം നടത്തി അത് പ്രഖ്യാപിക്കും. തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ തയ്യാറായില്ലെങ്കിൽ K. സുരേന്ദ്രനെ പരിഗണിക്കേണ്ടി വരും എന്നതായിരുന്നു കാരണമായി ആദ്യം പറഞ്ഞിരുന്നത്. കടുത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിൽ തുഷാർ ഇന്നലെ മത്സരസന്നദ്ധത അറിയിച്ചിട്ടും പത്തനംതിട്ടയുടെ വിഷയത്തിൽ തീരുമാനമായില്ല. ഇതോടെ പത്തനംതിട്ട സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പലതരം അഭ്യൂഹങ്ങളും പടർന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ അടക്കം പലരുടെയും പേരുകൾ പ്രചരിപ്പിക്കപ്പെട്ടു. എന്നാൽ സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ തന്നെയെന്നും പ്രഖ്യാപനം ഇന്നുണ്ടാവുമെന്നും മുതിർന്ന നേതാക്കൾ ഉറപ്പിക്കുന്നു. സംസ്ഥാന നേതൃത്വത്തിൽ ചിലരുടെ സ്ഥാനാർത്ഥി മുഖവും K. സുരേന്ദ്രനോടുള്ള എതിർപ്പുമാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിച്ചതെന്നാണ് മുരളീധര പക്ഷത്തിന്റെ വാദം. ഇതിനിടെ സുരേന്ദ്രനെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട ഒരു വിഭാഗം പ്രവർത്തകർ പാർട്ടി അധ്യക്ഷൻ അമിത്ഷായ്ക്ക് തുടർച്ചയായി ഇമെയിൽ അയക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ ബ്യൂറോ, News 18.
രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും പത്തനംതിട്ടയില്ല. സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ടല്ല, ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കാൻ തന്നെയാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നോട്ടം. കാരണം ശബരിമല സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് പത്തനംതിട്ട. അവിടെ ഉണ്ടാകുന്ന ജയം BJPക്ക് ദേശീയ തലത്തിൽ തന്നെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒന്നാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിന് വലിയ പ്രാധാന്യമുള്ള പത്തനംതിട്ടയിൽ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെയൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് BJP ചിന്തിക്കുന്നതിൽ അവരെ എങ്ങനെ കുറ്റം പറയാനാകും? പക്ഷേ ശബരിമല വിഷയത്തിൽ ജയിലിൽ കിടന്ന സുരേന്ദ്രനുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ച MT രമേശുണ്ട്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ അത്യാവശ്യം വോട്ട് നേടിയ VS ശ്രീധരൻപിള്ളയുമുണ്ട്. ഇവരൊക്കെയും മത്സരിക്കാൻ യോഗ്യരാണ് താനും. ഈ ഘടകങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ശബരിമല BJPയുടെ മുന്നിൽ ഒരു കീറാമുട്ടി തന്നെയാണ്. പത്തനംതിട്ടയിൽ വഴിമുട്ടിയോ BJPക്ക്? വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. രാവിലെ 7:30 മുതൽ. വിളിക്കേണ്ട നമ്പർ 0471661581. ചോദ്യം ഒരിക്കൽ കൂടി, പത്തനംതിട്ടയിൽ വഴിമുട്ടിയോ BJPക്ക്? സംസ്ഥാനത്ത് ലോക്സഭാ വോട്ടെടുപ്പിന് ഇനി ശേഷിക്കുന്നത് 30 ദിവസം. അടുത്ത മാസം ഇതേ ദിവസമാണ് വോട്ടെടുപ്പ്. 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ നാടെങ്ങും പ്രചാരണം ശക്തമായി. ചാലക്കുടി മണ്ഡലത്തിൽ നിന്നുമുള്ള പ്രചാരണ കാഴ്ചകളിലേക്ക്. ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനപൂർവ്വം നിങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ചിട്ടുള്ള നാടിന്റെ പ്രിയങ്കരനായ സാരഥി സഖാവ് ഇന്നസെന്റ്. പ്രാദേശികമായി ഉയർന്ന എതിർപ്പുകൾ മറികടന്ന് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് ഇന്നസെന്റ് മണ്ഡലത്തിൽ രണ്ടാം ഘട്ട പര്യടനം പൂർത്തിയാക്കി വാഹന പര്യടനത്തിന് തുടക്കമിട്ടു. കയ്പമംഗലം, കൊടുങ്ങല്ലൂർ മേഖലകളിലൂടെയായിരുന്നു ആദ്യ പര്യടനം. കുടമടയാളത്തിൽ ഇടതു സ്വതന്ത്രനായി മത്സരിച്ച പാർലമെന്റിലെത്തിയ ഇന്നസെന്റ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനാണ് ഇത്തവണ വോട്ട് ചോദിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ആരോഗ്യരംഗത്തെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിയാണ് മുഖ്യ പ്രചാരണം. ക്യാൻസർ എന്ന് പറയുന്ന രോഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് 5 സ്ഥലങ്ങളിൽ നമ്മൾ ക്യാൻസറിന് മാമോഗ്രാം ചെയ്യാനുള്ള മിഷൻ 3 കോടി രൂപ ചെലവ് ചെയ്ത് നമ്മളത് സ്ഥാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ മുന്നണി കൺവീനറെ തന്നെ ഇറക്കി ശക്തമായ പ്രചാരണമാണ് UDF നടത്തുന്നത്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് ബെന്നി ബെഹനാൻ. പ്രളയകാലത്തെ MPയുടെ പ്രവർത്തനങ്ങളെ UDF സ്ഥാനാർത്ഥി രൂക്ഷമായി വിമർശിക്കുന്നു. ഇന്നസെൻ്റ് ആയിട്ടുള്ള അവകാശവാദമാണ്. അങ്ങനെ ഒരു വികസന പ്രവർത്തനം നടന്നതായിട്ട് ഇവിടെ MLA നിൽക്കുന്നു. അങ്ങനെ ഒരു വികസന പ്രവർത്തനം നടന്നതായിട്ട് ഇവിടെ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രളയം ബാധിച്ച ഒരു പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയാണിത്. 5-6 കോൺസ്റ്റിറ്റ്യുവൻസി അസംബ്ലി സെഗ്മെൻറ്റ്സിൽ ഇവിടെ വെള്ളപ്പൊക്കം ബാധിച്ചു. ആ സമയത്താണ് ഒരു പൊതുപ്രവർത്തകന്റെ ജനപ്രതിയുടെ പ്രതിബദ്ധത പ്രകടിപ്പിക്കേണ്ടത്, ആത്മാർത്ഥത പ്രകടിപ്പിക്കേണ്ടത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെങ്കിലും കുടുംബയോഗങ്ങളുമായി സജീവമായിരുന്നു BJP. വോട്ട് വർധന ലക്ഷ്യമിട്ട് പ്രചാരണം തുടങ്ങിയ AN രാധാകൃഷ്ണൻ ആത്മവിശ്വാസത്തിലാണ്. നരേന്ദ്രമോദിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ ബഹുഭൂരിപക്ഷത്തോടു കൂടി MPമാർ വരുന്നു. അതിന് സഹായകരമായ രീതിയിൽ ചാലക്കുടിയിലെ പൊതുസമൂഹം ചിന്തിക്കുന്ന എനിക്ക് തോന്നുന്നു. കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്ന ജനകീയ കൂട്ടായ്മ 2020 ഇടതു വലതു മുന്നണികൾ തുടരുന്ന നയത്തിൽ പ്രതിഷേധിച്ചാണ് മത്സരത്തിനിറങ്ങുന്നത്. പഞ്ചായത്തിലെ മുഴുവൻ വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും ലഭിക്കുമെന്ന് ഇവർ കണക്കുകൂട്ടുന്നു. DGP ജേക്കബ് തോമസ് 2020ക്ക് വേണ്ടി കളത്തിലിറങ്ങിയേക്കുമെന്നാണ് സൂചന. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ഇന്നസെന്റ് രണ്ടാമൂഴത്തിന് വോട്ട് ചോദിക്കുമ്പോൾ വലതുപക്ഷത്തോട് കൂറുപുലർത്തിയ പഴയ മുകുന്ദപുരം മണ്ഡലമാണ് ചാലക്കുടി എന്ന ആത്മവിശ്വാസത്തിലാണ് ബെന്നി ബെഹനാൻ സജീവമാകുന്നത്. പ്രളയം ഉൾപ്പെടെ വലിയ ചർച്ചാ വിഷയമാകുന്ന മണ്ഡലത്തിൽ 2020യും BJPയും എത്ര വോട്ട് പിടിക്കും? ചാലക്കുടിയിൽ നിന്ന് സുബി വിശ്വനാഥൻ, ന്യൂസ് 18. സ്ഥാനാർത്ഥിയാവാൻ കഴിയാത്തതിന്റെ നിരാശ മാറ്റി UDF വേദിയിൽ പാട്ടുപാടി കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫ്. ആലത്തൂർ മണ്ഡലം കൺവെൻഷനിലാണ് ഗായിക കൂടിയായ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് അഭിവാദ്യമർപ്പിച്ച് പാട്ടുപാടിയത്. കോട്ടയം സീറ്റും തർക്കവും സ്ഥാനാർത്ഥി മോഹവുമെല്ലാം തൽക്കാലം PJ ജോസഫ് മറന്നു. ഇനി UDF വിജയത്തിനായി പ്രചാരണ രംഗത്ത് സജീവം. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഗായിക കൂടിയാകുമ്പോൾ സംഗീതം ഏറെ ഇഷ്ടപ്പെടുന്ന PJ ജോസഫിന് സ്ഥാനാർത്ഥിയോടൊപ്പം ഒരു പാട്ട് പാടാതിരിക്കാനാവില്ല. എന്നാൽ രമ്യ ഹരിദാസ് പറയുന്നത് പാടുന്നത് തൽക്കാലം നിർത്തി എന്നാണ്. UDF കൺവെൻഷനിൽ സ്ഥാനാർത്ഥി പാട്ടുപാടും എന്ന് കരുതിയവർക്ക് തെറ്റി. ഉശിരൻ പ്രസംഗം നടത്തിയാണ്
രമ്യ താരമായത്. ഒരു പാർട്ടിനെ പോലും പേടിക്കുന്ന CPM-കാരോട്, ഇടതുപക്ഷക്കാരോട് ഞാൻ പറയുകയാണ്, താൽക്കാലികമായി ഇടതുപക്ഷത്തിനെ പേടിച്ചിട്ടല്ല, പാർട്ടി ഞാൻ തൽക്കാലം നിർത്തിവെക്കുകയാണ്. ഇനി തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടമാണ്. തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടത്തിൽ കൃത്യതയോടും ചടുലതയോടും കൂടിയ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ കാണിച്ചു തരുന്ന വഴിയിലൂടെ, പാതയിലൂടെ, മാർഗനിർദ്ദേശത്തിലൂടെ ആലത്തൂര് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തിനാണ് ഞാനും നിങ്ങളും ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ആലത്തൂർ കൺവെൻഷനിൽ PJ ജോസഫ് പാട്ടുപാടി സദസ്സിനെ കയ്യിലെടുത്തപ്പോൾ രമ്യ ഹരിദാസ് പ്രസംഗിച്ച് കയ്യടി നേടി എന്ന് ചുരുക്കം. ന്യൂസ് 18 പാലക്കാട്. ജലദിനത്തോടനുബന്ധിച്ച് എറണാകുളം മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി P. രാജീവിന്റെ നേതൃത്വത്തിൽ കുളം വൃത്തിയാക്കി. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണ് എന്നും ഇത്തരം പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമല്ല എന്നും P. രാജീവ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ ഹോളി ആഘോഷവും ജലദിനവുമൊക്കെ പ്രചാരണ ഭാഗമാവുകയാണ്. എറണാകുളം മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി P. രാജീവിന്റെ നേതൃത്വത്തിൽ ജലദിനത്തോടനുബന്ധിച്ച് കുളം വൃത്തിയാക്കൽ പ്രവർത്തനങ്ങൾ നടന്നു. സ്ഥാനാർത്ഥിയുടെയും പാർട്ടി പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കളമശ്ശേരി കങ്ങരിപ്പടിയിലെ കുളമാണ് വൃത്തിയാക്കുന്നത്. ജലാശയങ്ങൾ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന സ്ഥാനാർത്ഥി. ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, നമ്മുടെ സ്രോതസ്സുകൾ മലിനമാകാതിരിക്കാനുള്ള ഒരു പൊതു അവബോധം സൃഷ്ടിക്കുക, ഇതെല്ലാം തന്നെ ജനകീയമായി ഏറ്റെടുക്കേണ്ട പരിപാടികളാണ്. ആ കാഴ്ചപ്പാടോടുകൂടിയാണ് ഇന്ന് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കുളം വൃത്തിയാക്കിയതിനു ശേഷം മത്സ്യകൃഷി നടത്താനാണ് തീരുമാനം. സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ജലദിനത്തിലും ഇത്തരം പരിപാടികൾ നടന്നിരുന്നു. ന്യൂസ് 18 കൊച്ചി. RMPയുടെ രക്തസാക്ഷിയെ കുടുംബസംഗമത്തെ തള്ളി വടകരയിലെ NDA സ്ഥാനാർത്ഥി VK സജീവൻ. TP വധക്കേസ് അട്ടിമറിച്ച UDF-ഉമായിട്ടാണ് RMPക്ക് കൂട്ടുകെട്ട് എന്ന് സജീവൻ ആരോപിച്ചു. വടകരയിൽ കൊലീബി സഖ്യമെന്ന CPM ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. RMPയുടെ രക്തസാക്ഷി കുടുംബസംഗമം ആത്മാർത്ഥതയില്ലാത്തതാണെന്ന് സജീവൻ ആരോപിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസ് അട്ടിമറിച്ച UDF-ഉമായിട്ടാണ് RMPക്ക് കൂട്ടുകെട്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉൾപ്പെടെ ഒത്തുതീർപ്പ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു മുന്നണിയിൽ എന്തിനാണ് RMP നിൽക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. വടകരയിൽ കോലിബി സഖ്യമെന്ന CPM ആരോപണം അടിസ്ഥാനരഹിതമാണ്. കോൺഗ്രസും BJPയും ഒരുമിക്കുക എന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കെങ്കിലും, സാമാന്യ ബുദ്ധികൾ ആർക്കെങ്കിലും വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുമോ? കാരണം കോൺഗ്രസിന് ഒരു സീറ്റ് കുറക്കുക എന്നുള്ളതാണല്ലോ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യം തന്നെ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിരിക്കുകയാണ് VK സജീവൻ. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 വടകര. സംസ്ഥാനത്ത് ഇനി വോട്ടിന് ഒരു മാസം. അടുത്ത 23-ന് കേരളമാകെ പോളിംഗ് ബൂത്തിൽ. ഇടത് സ്ഥാനാർത്ഥികളാണ് ആദ്യം കളത്തിലിറങ്ങിയത്. സ്ഥാനാർത്ഥി നിർണയവും യാതൊരു തർക്കവുമില്ലാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നത് തന്നെയാണ് ഇടതുമുന്നണിക്ക് നേട്ടമായത്. കോൺഗ്രസിൽ ഗ്രൂപ്പ് തല്ലും കടന്ന് ഒരു വിധേയനെ പട്ടികയിറക്കി. UDF-ന്റെയും സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങി പ്രചാരണവുമായി മുന്നോട്ടു പോകുന്നു. BJP-യിൽ അഭിപ്രായ ഐക്യമില്ലാതെയും സംസ്ഥാന ഘടകത്തിന്റെ സ്ഥാനാർത്ഥി നിർദ്ദേശങ്ങളോട് ദേശീയ നേതൃത്വം യോജിക്കാതെയും നാളുകൾ നീണ്ടു. എന്നിട്ടും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായിട്ടില്ല. LDF-ഉം UDF-ഉം പ്രചാരണത്തിന്റെ ആദ്യഘട്ടം കടന്നു. ഇതിനിടയിൽ നിരവധി വിഷയങ്ങൾ വന്നു. മുസ്ലിം ലീഗ് SDPI ചർച്ച, ശബരിമല വിഷയം പ്രചാരണ വിഷയമാക്കണമെന്ന വിവാദം, ഒടുവിൽ ചെറുപ്പളശ്ശേരിയിൽ CPM ഓഫീസിൽ പീഡിപ്പിക്കപ്പെട്ടുവെന്ന യുവതിയുടെ പരാതി വരെ. സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി വരുന്ന ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പിന് ഒരു മാസം അവശേഷിക്കെ കേരളം വിലയിരുത്തുന്നത് ആർക്കാണ് നിലവിൽ മുൻതൂക്കം എന്ന് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 7ാമത്തെ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തിറക്കി. 35 പേരുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. ഉത്തർപ്രദേശിലെ 9 മണ്ഡലങ്ങളിലെയും തമിഴ്നാട്ടിലെ 8 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ പട്ടികയിലുണ്ട്. തെലങ്കാനയിലെ കമ്മം മണ്ഡലത്തിൽ നിന്നും രേണുക ചൌധരിയും ഉത്തർപ്രദേശിലെ ഫത്തേപൂർ മണ്ഡലത്തിൽ നിന്ന് രാജ് ബബ്ബാറും ജനവിധി തേടും. ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 54 സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് പ്രഖ്യാപിച്ചു. 147 സീറ്റുകളുള്ള ഒഡീഷ നിയമസഭയിൽ ഏപ്രിൽ 11 മുതൽ 4 ഘട്ടമായാണ് വോട്ടെടുപ്പ്. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് DCC പ്രസിഡന്റ് സ്ഥാനത്തിനായി I വിഭാഗം അണിയറ നീക്കം സജീവമാക്കി. വയനാട് സീറ്റ് A ഗ്രൂപ്പിന് നൽകിയ സാഹചര്യത്തിൽ DCC പ്രസിഡന്റ് സ്ഥാനം I ഗ്രൂപ്പിന് ലഭിക്കണമെന്നാണ് നിലപാട്. ഗ്രൂപ്പ് യോഗത്തിനെതിരായ KPCC പ്രസിഡന്റിന്റെ താക്കീത് I വിഭാഗം തള്ളി. ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിട്ടത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കർശനമായ നടപടികൾ ഞാൻ സ്വീകരിക്കും.
കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അച്ചടക്കം ലംഘിച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. KPCC നിലപാട് ഇതാണെങ്കിലും വകവയ്ക്കാൻ കോഴിക്കോട്ടെ I വിഭാഗം തയ്യാറല്ല. DCC പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന ഉറച്ച നിലപാടിലാണവർ. പരമ്പരാഗത സീറ്റായ വയനാട് A വിഭാഗത്തിന് നൽകിയതിന് പകരമായി DCC പ്രസിഡന്റ് സ്ഥാനത്തിൽ കുറഞ്ഞൊരു വിട്ടുവീഴ്ച വേണ്ടെന്നാണ് നിലപാട്. വടക്കൻ ജില്ലകളിൽ കൂടുതൽ രഹസ്യയോഗങ്ങൾ സംഘടിപ്പിച്ച് വിലപേശാനുള്ള നീക്കം I വിഭാഗം തുടങ്ങിക്കഴിഞ്ഞു. വടക്കൻ കേരളത്തിൽ A വിഭാഗത്തിന് കോഴിക്കോട് DCC മാത്രമാണുള്ളത്. അത് വിട്ടു നൽകാൻ അവർ തയ്യാറല്ല. കോഴിക്കോട് DCC കിട്ടിയില്ലെങ്കിൽ വയനാട്ടിലെ സ്ഥാനാർത്ഥി T സിദ്ദിഖിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങില്ലെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന I ഗ്രൂപ്പ് രഹസ്യയോഗം തീരുമാനിച്ചിരുന്നു. ഗ്രൂപ്പ് യോഗത്തിനെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുന്നറിയിപ്പ് നൽകിയെങ്കിലും പ്രയോജനമുണ്ടായിട്ടില്ല. ആവശ്യമറിയിച്ച് KPCC പ്രസിഡന്റിനും രാഹുൽ ഗാന്ധിക്കും കത്ത് കൊടുത്തതിന് പിന്നാലെ ഗ്രൂപ്പ് യോഗങ്ങൾ സജീവമാക്കാനാണ് I വിഭാഗത്തിന്റെ തീരുമാനം. S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ചെറുപ്പളശ്ശേരി പീഡന കേസിൽ അറസ്റ്റ് വൈകും. CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ വസ്തുതാ പരിശോധന പൂർത്തിയായതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിച്ചാൽ മതിയെന്ന നിലപാടിലാണ് പോലീസ്. ചെറുപ്പളശ്ശേരി പീഡന പരാതിയിൽ യുവതിയിൽ നിന്നും പാലക്കാട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്നലെയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഇതിന്റെ പകർപ്പ് ലഭ്യമാക്കിയ ശേഷം പോലീസിന് വസ്തുതാ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കൂ. ചെറുപ്പളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പീഡനത്തിനിരയായി എന്നാണ് യുവതിയുടെ പരാതി. എന്നാൽ യുവതിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് സമ്മതിക്കുന്ന പ്രതി ഒരിക്കൽ പോലും യുവതിയുമായി പാർട്ടി ഓഫീസിൽ പോയിട്ടില്ല എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. ഇതാണ് പോലീസിനെ കുഴക്കുന്നത്. DNA പരിശോധന ഉൾപ്പെടെ നടത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട വസ്തുതാ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം മറ്റു നടപടികളിലേക്ക് കടന്നാൽ മതിയെന്നാണ് ഉന്നത തലത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. എന്നാൽ നടപടികൾ വൈകുന്നത് CPMനെ സഹായിക്കാനാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു. ന്യൂസ് 18 പാലക്കാട്. സത്യത്തിൽ എന്താണ് ചെറുപ്പളശ്ശേരി പീഡന വിവാദത്തിന്റെ പിന്നാമ്പുറക്കഥ? യുവതിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന പോലീസ് കണ്ടെത്തലിനെ തുടർന്നാണ് ഇന്നലെ മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഒരിക്കൽ പോലും യുവതിയുമായി പാർട്ടി ഓഫീസിൽ പോയിട്ടില്ല എന്ന യുവാവിന്റെ മൊഴിയാണ് പോലീസിനെ ഏറ്റവും അധികം കുഴയ്ക്കുന്നത്. എന്നാൽ സത്യം പുറത്തു പറയാൻ പോലീസ് തയ്യാറാകുന്നുമില്ല. അറസ്റ്റുണ്ടായാൽ പാർട്ടി ഓഫീസിൽ പരിശോധനയ്ക്ക് കയറാതിരിക്കാൻ പോലീസിന് കഴിയില്ല. നടപടികൾ വൈകിപ്പിക്കുന്നത് CPMനെ സഹായിക്കാനാണെന്ന പ്രതിപക്ഷവും ആരോപിക്കുന്നു. എന്താണ് ചെറുപ്പളശ്ശേരി പീഡന കേസിന്റെ വസ്തുത? ഒരു വർഷത്തിനിടെ സംസ്ഥാനത്ത് പിടികൂടിയത് 1000 കോടി രൂപയുടെ ലഹരിമരുന്ന്. അന്താരാഷ്ട്ര ലഹരിമരുന്ന് കടത്തിന്റെ ഇടനാഴിയായി തലസ്ഥാന ജില്ല മാറിയെന്നാണ് വിലയിരുത്തൽ. മാഫിയെ ഇല്ലാതാക്കാൻ സ്വത്ത് കണ്ടുകെട്ടൽ ഉൾപ്പെടെ നിയമ നടപടികൾ കർശനമാക്കാനാണ് എക്സൈസ് തീരുമാനം. ഹാഷിഷ് ഓയിൽ പോലെ വീര്യം കൂടിയതും അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വിലമതിക്കുന്നതുമായ ലഹരിമരുന്ന് കടത്തിന്റെ ഇടനാഴിയായി തലസ്ഥാനം മാറിക്കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിലേക്കുള്ള ലഹരിമരുന്ന് തലസ്ഥാനത്തെത്തിച്ച് വിമാനത്താവളം വഴി കടത്തുകയാണ് രീതി. 6 മാസത്തിനിടെ തിരുവനന്തപുരത്ത് മാത്രം പിടികൂടിയത് 45 കോടിയുടെ ഹാഷിഷ് ഓയിൽ. സംസ്ഥാനത്താകെ പിടികൂടിയത് 88 കിലോ. ഈ ഓഫീസിൽ നിന്ന് മാത്രം 45 കിലോ ഹഷീഷ് കഴിഞ്ഞ 9 മാസത്തിൽ പിടിച്ചു. അത് 45 കോടി രൂപയുടെ സാധനമായിരുന്നു. ഹാഷിഷ് ഓയിലിനും കഞ്ചാവിനും പുറമെ ബ്രൗൺ ഷുഗർ, MDMA, ലഹരി ഗുളികകൾ എന്നിവയും സംസ്ഥാനത്ത് വലിയ തോതിൽ വിറ്റഴിക്കുന്നു. വിദ്യാർത്ഥികൾ മുതൽ വ്യവസായികളും സമൂഹത്തിലെ ഉന്നത പദവിയിലുള്ളവരും ഈ ശൃംഖലയിലെ കണ്ണികളാണ്. താഴെ കിടക്കുന്ന പൈസ ഇല്ലാത്ത ജോലിയില്ലാത്ത ആളുകൾ മാത്രമേ ചെയ്യുന്ന പണ്ട്. ഇപ്പോൾ എല്ലാ ആളുകളും ചെയ്യുന്നത് പൈസ കൂടുതലായതുകൊണ്ട് അലങ്കരിക്കുകയാണ്. നമ്മൾ മൂല്യങ്ങളെല്ലാം പോയി. ഇല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് ഒരു ടീച്ചറോ ഇല്ലെങ്കിൽ പ്രൊഫസറോ ഇല്ലെങ്കിൽ ഡോക്ടറോ ഇത് ചെയ്യുവാൻ ആര് വിചാരിച്ചു? അപ്പോൾ ആ അവസ്ഥയിലാണ് നാം ഇവിടെ ഇരിക്കുന്നത്. ലഹരിമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ നടപടികൾ കർശനമാക്കുകയാണ് എക്സൈസ് വകുപ്പ്. ഇതിന്റെ ഭാഗമായാണ് ലഹരി കടത്തിന് നേതൃത്വം നൽകുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടൽ നടപടികൾ ആരംഭിച്ചത്. കുപ്രസിദ്ധ ലഹരിമരുന്ന് വ്യാപാരി മൂർഖൻ ഷാജിയുടെ സ്വത്ത് ഉടൻ കണ്ടുകെട്ടും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേളയ്ക്ക് ശേഷം കേരളം ലഹരിമരുന്നിന്റെ കേന്ദ്രമാകുന്നു. കേരളത്തിലൂടെയാണ് രാജ്യത്ത് നിന്ന് പുറത്തേക്കും രാജ്യത്തേക്കുമുള്ള ലഹരിമരുന്നുകൾ എത്തുന്നത്. ഒരു വർഷത്തിനിടെ 1000 കോടിയുടെ ലഹരിമരുന്ന് പിടികൂടിയത് ഇത് വ്യക്തമാക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും സുരക്ഷാ പഴുതുകളുമാണ് കേരളത്തെ ലഹരിമരുന്നിന്റെ ഇടനാഴിയാക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രം 6 മാസത്തിനിടെ പിടികൂടിയത് 45 കോടിയുടെ ഹാഷിഷ് ഓയിലാണ്. കേരളത്തിലെത്തുന്ന ലഹരിമരുന്നുകളിൽ വലിയ പങ്കും ഉപയോഗിക്കപ്പെടുന്നതും ഇവിടെ തന്നെയാണ് എന്നത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. വിദ്യാർത്ഥികളും വ്യവസായികളുമെല്ലാം കടത്തിന്റെയും ഉപയോഗത്തിന്റെയും കണികളിലുണ്ടെന്ന് എക്സൈസ് വകുപ്പ് തന്നെ വ്യക്തമാക്കുന്നു. ഇത്ര കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ്
കേരളത്തിലെ ലഹരിമരുന്ന് ഉപയോഗം ലഹരിക്കടത്തും തടയാൻ കഴിയാത്തത്? നടപടികളുടെ കുറവോ എക്സൈസ് വകുപ്പിന്റെ അലംഭാവമോ? സിറോ മലബാർ സഭയിലെ ഭൂമി വിവാദത്തിൽ എഫ്ഐആർ തിരുത്തണമെന്നാവശ്യപ്പെട്ട് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അപേക്ഷ നൽകി. ബിഷപ്പ് ജേക്കബ് മനത്തോടത്തിനെയും ഫാദർ പോൾ തേലക്കാട്ടിനെയും പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് അപേക്ഷ. വ്യാജരേഖ ഉണ്ടാക്കിയവരെ കണ്ടുപിടിക്കാനാണ് പരാതി നൽകിയതെന്നും ബിഷപ്പ് മനത്തോടത്തിനും ഫാദർ പോൾ തേലക്കാട്ടിനും എതിരായല്ല പരാതിയെന്നും കർദിനാൾ അപേക്ഷയിൽ പറയുന്നു. സിനഡ് നിർദ്ദേശപ്രകാരമായിരുന്നു തന്റെ നടപടിയെന്നും ജോർജ് ആലഞ്ചേരി വിശദീകരിച്ചു. വ്യാജരേഖാ വിവാദത്തിൽ പുതിയ പരാതി നൽകുമെന്നും കർദിനാൾ അറിയിച്ചു. മേജർ സുപ്പീരിയേഴ്സിനെയും പ്രൊവിൻഷ്യൽസിനെയും അയച്ച കത്തിലാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഇക്കാര്യം അറിയിച്ചത്. സിറിയയിൽ നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റിനെ പൂർണ്ണമായും തുടച്ചു നീക്കിയെന്ന അമേരിക്ക. 2014 മുതൽ ഇസ്ലാമിക് ഖലീഫേറ്റ് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. എന്നാൽ അമേരിക്കയുടെ പിന്തുണയുള്ള സിറിയയിൽ ഡെമോക്രാറ്റിക് സേന ഈ അവകാശവാദത്തോട് പ്രതികരിച്ചിട്ടില്ല. ബ്രെക്സിറ്റ് തീയതി മെയ് 22 വരെ നീട്ടാൻ യൂറോപ്യൻ യൂണിയൻ അനുമതി നൽകി. ബ്രസൽസിൽ ചേർന്ന യൂറോപ്യൻ യൂണിയൻ സമ്മേളനവുമാണ് തീയതി നീട്ടി നൽകാൻ തീരുമാനിച്ചത്. ബ്രെക്സിറ്റിനുള്ള അവസാന തീയതി ഈ മാസം 29 ആയിരുന്നു. ജൂൺ 30ലേക്ക് നീട്ടണമെന്നായിരുന്നു ബ്രിട്ടന്റെ ആവശ്യം. 2 തവണ ബ്രിട്ടീഷ് പാർലമെന്റിൽ പരാജയപ്പെട്ട ബ്രെക്സിറ്റ് കരാർ 3ാം വോട്ടെടുപ്പിലും പാസായില്ല എങ്കിൽ ഏപ്രിൽ 12-ന് ബ്രിട്ടൻ തീരുമാനമെടുക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കി. ഇന്ന് ലോക കാലാവസ്ഥാ ദിനം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ ലോക കാലാവസ്ഥാ സംഘടന നിലവിൽ വന്നതിന്റെ വാർഷിക ദിനമാണ് ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത്. കൊടിയ ചൂടിന്റെ വറുതിയിലാണ് കേരളീയർ കാലാവസ്ഥാ ദിനം ആചരിക്കുന്നത്. സൂര്യനും ഭൂമിയും കാലാവസ്ഥയും എന്നതാണ് ഇത്തവണത്തെ ലോക കാലാവസ്ഥാ ദിനത്തിന്റെ വിഷയം. മനുഷ്യന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ഭീഷണിയാവുന്ന തരത്തിൽ കാലാവസ്ഥ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളാണ് കടന്നുപോകുന്നത്. കാട്ടുതീയായും പേമാരിയായും വരൾച്ചയായും കാലാവസ്ഥാ വ്യതിയാനം ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം കനത്ത മഴയാണ് കേരളത്തിന്റെ കാലാവസ്ഥ തകരാറിലാക്കിയത്. ഈ വർഷം വേനൽക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കേരളം കൊടും ചൂടിലെത്തി. അസാധാരണമായ മഞ്ഞുവീഴ്ചയും തണുപ്പുമായിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ സംസ്ഥാനത്തുണ്ടായത്. ഇപ്പോഴാകട്ടെ ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശത്തിലാണ് കേരളീയരുടെ ജീവിതം. പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ഇടപെടലുകളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ തന്നെയാണ് ഈ കാലാവസ്ഥാ ദിനം ഓർമ്മിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പാകിസ്ഥാൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശം ലഭിച്ചതായി ഇമ്രാൻഖാൻ. പാകിസ്ഥാനിലെ ജനങ്ങളെ ആശംസിക്കുന്ന സന്ദേശമാണ് മോദി അയച്ചത്. ഭീകരതയും അക്രമവും ഇല്ലാത്ത മേഖലയാക്കാൻ ഉപഭൂഖണ്ഡത്തിലെ ജനങ്ങൾ ഒരുമിക്കണമെന്ന് നരേന്ദ്രമോദി സന്ദേശത്തിൽ പറഞ്ഞുവെന്നും ഇമ്രാൻഖാൻ അറിയിച്ചു. പാക് ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നടന്ന ചടങ്ങുകളിൽ നിന്നും ഇന്ത്യ വിട്ടുനിന്നിരുന്നു. മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ മുൻപം കേസിൽ മനുഷ്യക്കടത്ത് വകുപ്പ് ചുമത്തി 6 പേരെ അറസ്റ്റ് ചെയ്തു. ശ്രീലങ്കൻ വംശജരായ സ്റ്റീഫൻ രാജ്, അജിത്, വിജയ്, ഇളയരാജ, അറുമുഖൻ എന്നിവരെയാണ് അറസ്റ്റിലായത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി ഡാനി പോൾ കൊച്ചിയിൽ നിന്നും ചേരുന്നു. ഡാനി, എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത്? മറ്റ് വിശദാംശങ്ങളും. രഞ്ജിനി, ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട് തിരുവള്ളൂരിൽ നിന്നുമാണ് ഇവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ കസ്റ്റഡിയിലെടുത്തത്. വിശദമായ ചോദ്യം ചെയ്യലിൽ നിന്നുമാണ് ഇവരുടെ ഒരു പങ്ക് വളരെയധികം വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതികളെല്ലാവരും തന്നെ ശ്രീലങ്കൻ വംശജരാണ്. മനുഷ്യക്കടത്ത് ഇവരുടെ മേൽ ചുമത്തിയിട്ടുണ്ട്. സ്റ്റീഫൻ രാജ്, അജിത്, വിജയ്, ഇളയരാജ, അറുമുഖൻ എന്നിവരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇവര് പങ്ക് വളരെ വ്യക്തമായിട്ടുണ്ട്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട 3 അറസ്റ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് വേണ്ടി വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നത്. പ്രധാനമായും ഇവർ ഇതിന്റെ സഹായികളും അതോടൊപ്പം തന്നെ ഈ ബോട്ട് വാങ്ങാൻ സഹായിച്ചവരുമെല്ലാമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. നേരത്തെയും ഇവർ ഇത്തരം കാര്യങ്ങൾ തന്നെ ചെയ്തിരുന്നു. പല സംഘങ്ങൾക്കും ഈ രീതിയിലുള്ള ഒത്താശകളെല്ലാം തന്നെ കൊടുത്തിരുന്നെന്നും പോലീസിന് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇവരെ കൂടുതൽ തന്നെ ചോദ്യം ചെയ്യാൻ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിച്ചേക്കും. നേരത്തെ പ്രഭു രവി, അതായത് ബോട്ടുടമ
പ്രഭു, രവി എന്നിവരും അതോടൊപ്പം ബോട്ടുടമ തിരുവനന്തപുരം സ്വദേശി അനിൽകുമാറിന്റെ അറസ്റ്റുമായിരുന്നു നേരത്തെ രേഖപ്പെടുത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി പോലീസ് തിരയുന്നത് ശ്രീകാന്തിനെയാണ്. ശ്രീകാന്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവരിൽ നിന്ന് കിട്ടും എന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന പ്രതികളെ കസ്റ്റഡിയിലുള്ള ഒരു അപേക്ഷ സമർപ്പിക്കാൻ തന്നെയാണ് സാധ്യത. രഞ്ജിനി, മുൻപം കേസിൽ മനുഷ്യക്കടത്ത് ചുമത്തി 6 പേരെ അറസ്റ്റിലായി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. വിശദാംശങ്ങളാണ്. 2 കോടി യാത്രക്കാർ എന്ന നേട്ടം ആഘോഷമാക്കി കൊച്ചി മെട്രോ. ഇടപ്പള്ളി മെട്രോ സ്റ്റേഷൻ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ സിനിമാ താരങ്ങളായ ജയസൂര്യ, നിഖില വിമൽ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി ഫാഷൻ ഷോയും സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. രാജ്യത്തെ മറ്റു മെട്രോകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൊച്ചിക്ക് അഭിമാനിക്കാം. 18 കിലോമീറ്റർ മാത്രം ഓടുന്ന കൊച്ചി മെട്രോ ചുരുങ്ങിയ കാലം കൊണ്ടാണ് 2 കോടി യാത്രക്കാർ എന്ന നേട്ടം കൈവരിച്ചത്. കൊച്ചിയിലെ ഗതാഗതക്കുരുക്കിനിടയിൽ യാത്രക്കാർക്ക് മെട്രോ ആശ്വാസമാണ്. കൊച്ചിക്കാരനായതിൽ അഭിമാനിക്കുന്നുവെന്ന് പരിപാടിയിൽ പങ്കെടുത്ത സിനിമാ താരം ജയസൂര്യ. സിറ്റി ഓഫ് ഹാപ്പിനെസ് എന്ന് വിളിക്കാൻ പറ്റുന്ന സിറ്റിയാണ് നമ്മുടെ കൊച്ചി. എന്ത് മനോഹരമായ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടാണ് ഓരോ ഫാമിലിയും ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് കൊച്ചി. താനും മെട്രോയിലെ സ്ഥിരം യാത്രക്കാരിയാണെന്ന് നിഖില വിമൽ. അധികവും ലുലുവിൽ വന്നു പോകുന്ന ഒരാളാണ്. അപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ലുലുവിലേക്ക് വരാൻ ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയമാവുന്നുള്ളതുകൊണ്ട് എപ്പോഴും മെട്രോ ഓപ്റ്റ് ചെയ്യാറുണ്ട്. കുറച്ചും കൂടെ സേഫാണ് നമുക്ക് ട്രാവൽ ചെയ്യാനും. അതുമാത്രമല്ല പെട്ടെന്ന് എത്തുകയും ചെയ്യാം. സുരക്ഷിതമായി കൃത്യസമയത്ത് യാത്ര ചെയ്യാൻ കഴിയുന്ന കൊച്ചി മെട്രോ യാത്രക്കാരുടെ ഇഷ്ടഗതാഗത മാർഗമായിരിക്കുകയാണെന്ന് KMRL MD മുഹമ്മദ് ഹനീഷ് പറഞ്ഞു. വൈറ്റില മൊബിലിറ്റി ഹബും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളിൽ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ കൊച്ചി മെട്രോയുടെ പ്രസ്ഥാനത്തിന്റെ ഹൃദയവുമായി ചേർത്ത് വെച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു സിംഫണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പരിപാടിയുടെ ഭാഗമായി ഫാഷൻ ഷോയും സംഘടിപ്പിച്ചു. ആക്സിസ് ബാങ്ക്, വണ്ടർല, JD ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി എന്നിവയുടെ സഹകരണത്തോടെയാണ് ആഘോഷ പരിപാടികൾ നടന്നത്. ന്യൂസ് 18 കൊച്ചി.